ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റഡീസ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ KUHSൻ്റെ അണ്ടറിലെ 6th സെം BPharm സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സാണ് ഞാൻ ഏതൊക്കെ സബ്ജക്റ്റിന് റെഫർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ദെൻ മോസ്റ്റ്ലി 6th സെമ്മിൽ 6th സബ്ജക്റ്റാണുള്ളത്. ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഏതൊക്കെ സബ്ജക്റ്റാണെന്ന്. അതിന് ഞാൻ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് വൺ ഈസ് മെഡിസിനൽ കെമിസ്ട്രി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫാർമക്കോളജി, ആൻഡ് തേർഡ് വൺ ഈസ് ഹെർബൽ ഡ്രഗ് ടെക്നോളജി, ആൻഡ് ഫോർത്ത് വൺ ഈസ് ബയോഫാം, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ബയോടെക്നോളജി, ആൻഡ് സിക്സ് വൺ ഈസ് ക്വാളിറ്റി അഷുറൻസ്. അങ്ങനെ 6 സബ്ജക്ട്സ് ആണ് മോസ്റ്റ്ലി ഉള്ളത്. അതിൽ ഞാൻ ഓരോന്നിനും ഓരോ ടെക്സ്റ്റ് ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെഡിസിനൽ കെമിസ്ട്രി. ഞാൻ 4th മുതലേ മെഡിസിനൽ കെമിസ്ട്രി പഠിക്കുന്നത് ഇലങ്കോ എന്ന് പറയുന്നൊരു ഓത്തറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതിന് വോളിയം 1, 2, 3 അങ്ങനെ ഡിഫറെൻറ്റ് വോളിയംസ് ഉണ്ട്. നമ്മൾ ചാപ്റ്ററിനനുസരിച്ച് ഞാൻ അതിൻ്റേതായിട്ടുള്ള വോളിയം എടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മെഡിസിനൽ കെമിസ്ട്രി ഞാൻ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇലങ്കോ എന്ന് പറയുന്ന ഓത്തറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫാർമക്കോളജി അതുപോലെ തന്നെ നമ്മൾ ബിഗിനിങ് എന്ന് പറയുന്നത് 4th സെം മുതലാണ്. ഞാൻ ആദ്യം താര എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചായിരുന്നു. അതിനകത്ത് ടോപ്പിക്സ് ഒക്കെ കൺസൈസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയും വാസ്റ്റായിട്ട് എനിക്ക് എഴുതാൻ ക്യാപ്പബിലിറ്റി കിട്ടത്തില്ല എന്നുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പത്മജ രണ്ടാമത് നോക്കിയായിരുന്നു. പത്മജ ഒരു മോഡറേറ്റ് ബുക്കാണ്, അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാവാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ റെഫർ ചെയ്തത് ത്രിപാഠിയാണ്, ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. ത്രിപാഠി കാണുമ്പോൾ ഇച്ചിരി വാസ്റ്റായിട്ട് തോന്നുമെങ്കിലും നമ്മൾ വായിച്ചെടുത്താൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഡയഗ്രമാറ്റിക് ആവട്ടെ, ഫ്ലോ ചാർട്ട് ആവട്ടെ, അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ ത്രിപാഠിക്കകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ത്രിപാഠിയാണ് ഞാൻ കോളേജിക്ക് റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഡയഗ്രാംസൊക്കെ എനിക്ക് ഭയങ്കര മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ആ ടെക്സ്റ്റ് ബുക്കിൽ. കുറച്ച് ടൈം എടുക്കും അത് മനസ്സിലാവാൻ, ബട്ട് ഇറ്റ്സ് ഗുഡ്. അതാ അപ്പം ഞാൻ കോളേജിക്ക് റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ത്രിപാഠിയാണ്. ആൻഡ് തേർഡ് വൺ ഇസ് ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സ് എന്നാണ്. അപ്പോൾ ബയോഫാമിന് ഞാൻ നോക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ബ്രഹ്മാങ്കർ എന്ന് പറയുന്ന ഒരു ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതെനിക്ക് കുറച്ചുകൂടെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പം 6th സെം മാത്രമല്ല, നമ്മൾ 4th 5th പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റാണ് കോളേജ് മെഡിസിൻ. ഇതെല്ലാത്തിനും ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബട്ട് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 6th സെമ്മിലെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഞാൻ സ്പെസിഫിക്കലി 6th സെം എന്ന് എടുത്ത് പറഞ്ഞു. ബയോഫാം എന്ന് പറയുന്നത് 6th സെമ്മിലെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ബ്രഹ്മാങ്കർ എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ നോക്കിയിരുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോടെക്നോളജി എന്ന് പറയുന്നത് ഞാൻ KUHSൻ്റെ സിലബസിൽ റെക്കമെൻഡഡ് ബുക്സ് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം എനിക്ക് ഇച്ചിരി വായിച്ചപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള ടെക്സ്റ്റ് ബുക്കായിരുന്നു. സ്റ്റാൻഡേർഡ് ബുക്സ് ആയിരിക്കും, കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് U സത്യനാരായണ എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അതൊരു ഇന്ത്യൻ ഓതർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ മനസ്സിലാവുന്ന രീതിയിലുമാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ അത് റെക്കമെൻഡഡ് ടെക്സ്റ്റ് ബുക്സ് ലിസ്റ്റിനകത്തുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല U സത്യനാരായണയുടെ ബയോടെക്നോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സിലബസിൽ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് തന്നെ അതിനകത്തുണ്ട്. സോ ഞാൻ അതാണ് റെഫർ ചെയ്യുന്നത്. അത് അത്യാവശ്യം കുഴപ്പമില്ല, മനസ്സിലാവുന്ന രീതിയിലാണ്. പിന്നെ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഹെർബൽ ഡ്രഗ് ടെക്നോളജി. അതെന്ന് പറയുന്നത് നമ്മുടെ ഫാർമക്കോഗ്നോസിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഹെർബൽ ഡ്രഗ് ടെക്നോളജി. നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണല്ലോ അതിനകത്ത്. അപ്പോൾ അതിനകത്ത് കൊക്കാട്ടെ എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഫാർമക്കോഗ്നോസിക്ക് നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ബുക്കാണ്. 4th 5th റെഫർ ചെയ്ത ടെക്സ്റ്റ് ബുക്കാണ് കൊക്കാട്ടയുടേത്. അപ്പോൾ 6th വന്നപ്പോഴും ഹെർബൽ ഡ്രഗ് ടെക്നോളജി എന്നൊരു സബ്ജക്റ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ അതിന് റെഫർ ചെയ്യുന്നത് കൊക്കാട്ടയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചില സെം ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ ഞാൻ സെം ടെക്സ്റ്റ് വായിക്കാറുണ്ട്. ഞാൻ വായിക്കുന്നതെന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ താക്കൂർ പബ്ലിക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിക്കാറുണ്ട്. ഹെർബൽ ഡ്രഗ് ടെക്നോളജിക്ക് ഞാൻ താക്കൂർ വായിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൊക്കാട്ടയാണ് മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ഇല്ലാത്ത മനസ്സിലാവാത്ത കുറേ ടോപ്പിക്സൊക്കെ ഞാൻ
താക്കൂർ പബ്ലിക്കേഷൻ നോക്കി പഠിക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വാസ്റ്റായിട്ടുള്ള നമുക്ക് ഒരുപാട് തിയറി പാർട്ട് വരുന്നൊരു പോർഷൻ കൂടിയാണ് കൊക്കാട്ടെ നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം ക്വാളിറ്റി അഷുറൻസ് ഞാൻ നോക്കുന്നത് നമ്മുടെ സെംടെക്സ്റ്റ് ആണ്, താക്കൂർ പബ്ലിക്കേഷനാണ്. അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവുന്നൊരു ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ അധികം തിയറി പാർട്ട് ഉള്ളത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അധികം ഒന്നോ രണ്ടോ തവണ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതൊക്കെയാണ് ടോട്ടലി ഞാൻ റെഫർ ചെയ്യുന്ന 6 ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മെഡിസിനൽ കെമിസ്ട്രിക്ക് എന്ന് പറയുന്നത് ഇളങ്കോ എന്ന് പറയുന്ന ഓതറിൻ്റെ, ഫാർമക്കോളജിക്ക് ത്രിപാഠി. പത്മജ നോക്കുന്നവരാണെങ്കിൽ ഓക്കെ, പത്മജ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഞാൻ ത്രിപാഠിയാണ് നോക്കുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ബയോഫാമിനകത്ത് ബ്രഹ്മാങ്കറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ നോക്കുന്നത്. ആൻഡ് ദെൻ ഫോർത്ത് വൺ ഈസ് ബയോടെക്നോളജി, യു സത്യനാരായണ എന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഹെർബൽ ഡ്രഗ് ടെക്നോളജി, കൊക്കാട്ടെ എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്വാളിറ്റി അഷുറൻസ്, അതൊരു സെംടെക്സ് ആണ്, താക്കൂർ പബ്ലിക്കേഷൻ്റെ സെംടെക്സ് ആണ് നോക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് ബുക്കൊക്കെ അറിയാത്ത ഒരുപാട് കൺഫ്യൂഷൻസിലൊക്കെ എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കേണ്ടതെന്നൊക്കെ അറിയേണ്ട ഒരു കൺഫ്യൂഷനിലായിരിക്കുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹെൽപ്പായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കഥയൊക്കെ ഞാനിന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.